ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന ഒറ്റത്തൂണിലുള്ള ബോക്സ് ഗർഡറുള്ള ആറുവരി പാലത്തിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ ബോക്സ് ഗർഡറുള്ള ഏറ്റവും നീളം കൂടിയ ആറുവരി പാലമാണ് നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്നത്. ദേശീയപാത വികസനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ ചെർക്കള വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ വടകര ആസ്ഥാനമായിട്ടുള്ള ULCC എന്ന കമ്പനിയാണ് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലെ 40 കിലോമീറ്റർ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. എന്തായാലും നമ്മുടെ മലയാളി എഞ്ചിനീയർമാരുടെ ഒരു കരവിരുത് തന്നെ നമ്മളെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പാലത്തിൻ്റെ അവസാന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 മെയ് മാസം വരെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവർക്ക് സമയം നീട്ടിക്കൊടുത്തിട്ടുള്ളത്. എന്തായാലും മാർച്ച് മുതൽ ഈ ഭാഗങ്ങളിലായിട്ട് മുഴുവനായിട്ടും തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ULCC അവകാശപ്പെടുന്നത്. എന്തായാലും നമ്മുടെ കറന്തക്കാട് മുതൽ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള 1.1 കിലോമീറ്ററുള്ള പാലത്തിന് മുകളിലായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ജോയിൻറ്റിങ് വർക്കുകൾ ബാക്കിയുണ്ട്. കൂടാതെ 2 ഭാഗങ്ങളിലായിട്ടും ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെയും സെൻറ്റർ ഡിവൈഡറിൻ്റെയും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ പാലത്തിന് താഴെയായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ്. കൂടാതെ ഡ്രൈനേജിൻ്റെ വർക്കും നിലവിൽ പല ഭാഗങ്ങളിലും പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മേൽപ്പാലം വരുന്നതോടുകൂടി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് ഒരു പരിഹാരമാകുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ മേൽപ്പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇവിടെ തകൃതിയിൽ നടക്കുകയാണ്. നേരത്തെ നുള്ളിപ്പാടിയിൽ അണ്ടർ പാസേജ് വേണമെന്നുള്ള സമരം മൂലമാണ് ഈ ഭാഗങ്ങളിലെ വർക്ക് പെൻഡിങ് ആയിട്ടുള്ളത്. നിലവിലെ ഈ ഭാഗങ്ങളിൽ വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇടതുഭാഗത്തായിട്ട് നമ്മളെ RE പാനൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. വലതുഭാഗത്തായിട്ട് RE പാനലിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കൂടാതെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇനി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളത്. ഇവിടെ മുതൽ കുറച്ചും കയറ്ററൊക്കെയുള്ള റോഡാണ്. നമ്മുടെ നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നത് സൂപ്പർ എലിവേറ്റഡ് മോഡലായിട്ടാണ്. അപ്പോൾ നമ്മുടെ നുള്ളിപ്പാടി മുതൽ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിലേക്ക് നല്ല കയറ്ററൊക്കെ ഉള്ള പോലെയാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ നുള്ളിപ്പാടി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ ഇടതു ഭാഗത്തായിട്ട് നമുക്ക് ഈ വാഹനങ്ങൾ പോകുന്ന ദൃശ്യം കാണാൻ സാധിക്കും. ഇരുവശത്തോട്ടും ഇപ്പോൾ വാഹനങ്ങൾ ഈ ഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ 2 ഭാഗത്തായിട്ടും നിലവിൽ ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് മുഴുവനായിട്ടും തുറന്നു കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് കേട്ടോ. ഇവിടെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള RE പാനലുകൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. നിലവിൽ ഈ ഭാഗത്തൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും വേഗത്തിൽ വർക്ക് നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിലാണ് കേട്ടോ. ആദ്യത്തെയും രണ്ടാമത്തെയും റീച്ചിലും നല്ല രീതിയിൽ വർക്ക് പുരോഗതി കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഈ ആദ്യത്തെ റീച്ചാണ്. അത് കഴിഞ്ഞ് കോഴിക്കോട് ബൈപ്പാസിലും വർക്ക് തകൃതിയിൽ നടക്കുകയാണ്. കോഴിക്കോട് ബൈപ്പാസിൽ ഇപ്പോൾ ലൈനിങ്ങിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ തലപ്പാടി ചെങ്കള റീച്ച് മാർച്ച് മാസത്തോടു കൂടി മുഴുവനായിട്ടും തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ULCC അവകാശപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ അങ്ങനെ അണങ്കൂർ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല കയറ്റിറക്കമുള്ള പ്രദേശമായിരുന്നു. അപ്പോൾ മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് നിലവിൽ 6 വരി പാത വരുന്നത്. നമുക്ക് ഈ സർവീസ് റോഡിൻ്റെ ഉയരം നമുക്ക് കാണാൻ സാധിക്കും. ഇരുവശങ്ങളിലായിട്ടും കുറച്ച് ഉയരത്തിലാണ് സർവീസ് റോഡ് വരുന്നത് കേട്ടോ. ഇവിടെ 6 വരി പാതയുടെ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് 3 വരി പാതയിൽ കൂടി മാത്രമാണ് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്തൊക്കെ വർക്ക് ഫിനിഷ് ആയതിനു ശേഷം, കൂടാതെ നമ്മുടെ വിദ്യാനഗർ മുതൽ നമ്മുടെ BC റോഡ് വരെയുള്ള അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ടാറിങ് പ്രവൃത്തികൾ ഇവിടെ മണ്ണിട്ടുയർത്തുന്ന വർക്കും നടക്കാൻ ബാക്കിയുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഴുവനായിട്ടും ഈ പാത തുറന്നു കൊടുക്കുന്നതായിരിക്കും. നമ്മളങ്ങനെ അണങ്കൂർ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അണങ്കൂറിൽ ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത്. നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ആദ്യം കിട്ടുന്ന ഒരു അണ്ടർ പാസേജാണ് അണങ്കൂറിൽ വരുന്നത്. നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ അണങ്കൂർ അണ്ടർ പാസേജ് U-ടേൺ എടുത്തിട്ട് വേണം നുള്ളിപ്പാടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിദ്യാനഗർ കോളേജിന് മുമ്പിലുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് വരെ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലിപ്പോൾ 3 വരി പാത കൂടിയാണ്
വാഹനഗതാഗതത്തിനായിട്ട് നിലവിൽ ഈ ഭാഗത്തായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. ലൈൻ ബസ്സുകളൊക്കെ നിലവിലിപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് ഗതാഗതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് ഇവിടെ വലതു ഭാഗത്തായിട്ട് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് കാണാൻ സാധിക്കും. ഇവിടെ മുതലാണ് കാസർഗോഡ് നുള്ളിപ്പാടി വരെ ഭാഗത്ത് മൂന്നുവരിപ്പാത തുറന്നു കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗങ്ങളിലായിട്ട് നമുക്ക് രണ്ട് വശത്തോട്ടും നിലവിൽ ഇപ്പോൾ വാഹനങ്ങൾ ഇരുവശത്തോട്ടും ഇവിടെ കടക്കുന്നതായിട്ട് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് കേട്ടോ. നമ്മുടെ വിദ്യാനഗർ വരുന്ന ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് കേരളത്തിൽ തുറന്നു കൊടുക്കുന്ന ഒരു ഫുട് ഓവർ ബ്രിഡ്ജാണ് വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തുള്ളത്. നമ്മൾ ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞ് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ്, ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞതാണ്. വിദ്യാനഗർ നമുക്കൊക്കെ അറിയാം കയറ്റിറക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് 6 വരി പാത നിർമ്മിച്ചിട്ടുള്ളത്. നിലവിൽ ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് കേട്ടോ വരുന്നത്. നമ്മുടെ വിദ്യാനഗർ ഭാഗത്ത് നല്ല താഴ്ചയിലാണ് ഇപ്പോൾ 6 വരി പാത വരുന്നത്. ഇവിടെ ഒരു ഓവർ പാസ് നിർമ്മിക്കാമായിരുന്നു. നമുക്കൊക്കെ അറിയാം മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിലാണ് ഏറ്റവും കൂടുതൽ ഓവർപാസ് വരുന്നത് കേട്ടോ. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം 3 സ്ഥലത്താണ് ഓവർപാസ് വരുന്നത്. നമ്മുടെ ബന്ദിയോട് വരുന്നുണ്ട്, കൂടാതെ ഉസ്തങ്കടിയിൽ, കൂടാതെ നമ്മുടെ പൊയിനാച്ചി ഭാഗത്തും ഓവർപാസ് വരുന്നുണ്ട്. വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിൽ മുമ്പിൽ നിർമ്മിച്ച ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുട് ഓവർ ബ്രിഡ്ജ് മുഴുവനായിട്ടും യാത്രക്കാർക്ക് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ തൊട്ട് മുമ്പ് വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുതൽ കുറച്ച് ഉയരത്തിലാണ് അപ്പോൾ 6 വരി പാത വരുന്നത്. സർവീസ് റോഡ് നല്ല താഴ്ചയിലാണ് വരുന്നത്. അപ്പോൾ വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ BC റോഡ് വരെയുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് നടക്കുന്നതിനാലാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് അല്പം പെൻഡിങ് ആയിട്ടുള്ളത്. നമ്മുടെ വിദ്യാനഗറിൽ നല്ല വലിപ്പമുള്ള ഒരു അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞുള്ള ഭാഗങ്ങൾ നിലവിലിപ്പോൾ മണ്ണിട്ടുയർത്തുന്ന വർക്ക് തകൃതിയിൽ നടക്കുകയാണ്. അപ്പോൾ മാർച്ച് മാസത്തോടു കൂടി മുഴുവനായിട്ടും വിഭാഗങ്ങളിൽ ഇവർ തുറന്നു കൊടുക്കുന്നതായിരിക്കും. ഇനി 2 RE പാനലിന് സമാനമായി മണ്ണിട്ടുയർത്താനാണ് ഈ ഭാഗങ്ങളിൽ ബാക്കിയായിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ BC റോഡ് ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ BC റോഡ് അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. നമ്മളെ വിദ്യാനഗർ മുതൽ BC റോഡ് വരെ നല്ല ഉയരത്തിലാണ് ഇവിടെ നമ്മുടെ 6 വരി പാത വരുന്നത്. സർവീസ് റോഡ് നല്ല താഴ്ചയിലാണ് വരുന്നത്. ഇവിടെ സർവീസ് റോഡ് ചെറിയ വീതിയിലാണ് കേട്ടോ. അപ്പോൾ നല്ല ട്രാഫിക് ബ്ലോക്ക് പല സമയങ്ങളും അനുഭവപ്പെടാറുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ. നമ്മുടെ കലക്ട്രേറ്റ്, ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഏരിയ കൂടിയാണ് ഈ BC റോഡ് വിദ്യാനഗർ ഭാഗത്ത്. അപ്പോൾ വിദ്യാനഗർ ഭാഗം കഴിഞ്ഞ് നമ്മുടെ BC റോഡ് അണ്ടർ പാസേജ്, ചെറിയൊരു അണ്ടർ പാസേജാണ് ഈ ഭാഗത്ത് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇനി നമ്മുടെ നായ്മാർമൂല അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിന് മുകളിൽ ടാറിംഗ് പ്രവൃത്തികളാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ BC റോഡ് അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇവിടെ ഫ്രിക്ഷൻ സ്ലാബ് വെച്ചിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. അത് നമ്മുടെ BC റോഡ് അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. BC റോഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് കുറച്ച് ഭാഗങ്ങളിലായിട്ട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ BC റോഡ് കഴിഞ്ഞ് ഇരുവശത്തോട്ടും ഇവിടെ മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു എക്സ്റ്റൻഷൻ കേബിൾ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രോൺ കുറച്ച് താഴ്ത്തിയിട്ട് ഞാൻ പറത്തുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ നായ്മാറമുല ഭാഗത്ത് ഇവിടെ സമരങ്ങൾ നടന്നത് കൊണ്ടായിരുന്നു ഇവിടെ നമ്മുടെ അണ്ടർ പാസേജിൻ്റെ വർക്ക് തുടങ്ങാൻ ലേറ്റായത്. നിലവിലിപ്പോൾ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടാറിംഗ് പ്രവൃത്തികളിപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ULCC ഭാഗങ്ങളിലൊക്കെ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ നായ്മാറമുല അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. ആഴ്ചകൾക്കകം നമ്മുടെ ഈ അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള റോഡ് ഇപ്പോൾ തുറന്നു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്.
നമ്മുടെ നായ്മാറുമുല കഴിഞ്ഞാൽ അണ്ടർ പാസേജ് വരുന്നത് സന്തോഷ് നഗർ ഭാഗത്താണ് കേട്ടോ. ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് സന്തോഷ് നഗർ ഭാഗത്ത് അനുവദിച്ചിട്ടുള്ളത്. ഇവിടെയും സമരങ്ങൾ നടന്നു. സന്തോഷ് നഗർ കഴിഞ്ഞ് നമ്മുടെ 4 മൈലിലാണ് അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുള്ളത് കേട്ടോ. സന്തോഷ് നഗർ കഴിഞ്ഞുള്ള ഭാഗത്ത് ഇടത് ഭാഗത്തായിട്ട് മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 4 മൈലിന് ഭാഗത്ത് ഇവിടെ മുതൽ ഇരുവശത്തോട്ടും വാഹന ഗതാഗതത്തിനായിട്ട് മുഴുവനായിട്ടും നമ്മുടെ ഇന്ദിരാനഗർ വരെ തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ഭാഗത്തായിട്ടും ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പെയിൻറ്റിങ് വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ ഇന്ദിരാനഗർ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ മെർജിങ് വരുന്നുണ്ട്. ഇടത് ഭാഗത്തായിട്ട് നമുക്കൊരു മെർജിങ് പോയിന്റ് കാണാൻ സാധിക്കും. ഇവിടെ മുതൽ നമ്മുടെ ചെർക്കള ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. കാസർഗോഡ് ഭാഗത്തോട്ട് ഇപ്പോൾ 3 വരി പാത തുറന്നു കൊടുത്തിട്ടുണ്ട്. കൂടാതെ സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വലത് ഭാഗത്തായിട്ടൊരു മെർജിങ് പോയിന്റ് കാണുന്നുണ്ട്. അത് നിലവിലിപ്പോൾ ക്ലോസ്ഡ് ആണ്. അങ്ങനെ നമ്മൾ ഇന്ദിരാനഗർ ഭാഗത്തൊക്കെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ടാറിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ റോഡ് പോകുന്നത് നമ്മുടെ സർവീസ് റോഡിന് നമ്മുടെ അതേ ലെവലിലാണ് കേട്ടോ റോഡ് പോകുന്നത്. നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ച് എൻഡാവുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ മേഘ കമ്പനിയാണ് വർക്ക് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ ചെങ്കള മുതൽ നീലേശ്വരം വരെയുള്ള റീച്ചാണ് മേഘ കമ്പനി വർക്ക് ഏറ്റെടുത്ത്. നീലേശ്വരം കഴിഞ്ഞ് നമ്മുടെ തളിപ്പറമ്പ് കുറ്റിക്കോൾ വരെയുള്ള റീച്ചും ഏറ്റെടുത്തിരിക്കുന്നത് മേഘ കമ്പനിയാണ്. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ ചെർക്കള സെൻട്രൽ സ്കൂളിൻ്റെ ഭാഗത്തോട്ട് ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് 3 വരി പാത കൂടി മാത്രമാണ് നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വലതു ഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി 8-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിങ്ങനെ ചെർക്കള സെൻട്രൽ സ്കൂളിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇടത് ഭാഗത്തായിട്ടൊരു മെർജിങ് പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ചെർക്കളയിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡാണ് ഇവിടെ മുതൽ സ്റ്റാർട്ടാവുന്നത് കേട്ടോ. ചെർക്കള സെൻട്രൽ സ്കൂളിൻ്റെ ഭാഗത്തോട്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കൊക്കെ റോഡ് ഇരുവശത്തോട്ടും കടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇരുവശത്തോട്ടും കോൺക്രീറ്റ് വാളുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. സാധാരണ നമുക്ക് കാണാൻ സാധിക്കുന്നതിൻ്റെ 6 പാനലുകൾ അന്നില്ലെങ്കിൽ കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കാറുള്ളത്. പല ഭാഗത്തും ഇപ്പോൾ കോൺക്രീറ്റ് വാളുകളും നിർമ്മിക്കാറുണ്ട്. നമ്മൾ ഉപ്പള ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാളുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്.
നമ്മളങ്ങനെ അപ്രോച്ച് റോഡിൻ്റെ സ്റ്റാർട്ടാവുന്ന ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം വരെ മണ്ണിട്ട് സെറ്റാക്കുന്ന വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വലതുഭാഗത്തായിട്ട് നിലവിൽ ഇപ്പോൾ പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ പൈലിങ്ങിൻ്റെ വർക്കും നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പില്ലറിൻ്റെ വർക്കും ചില ഭാഗത്ത് നടക്കുകയാണ്. അപ്പോൾ അതിവേഗമാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള വർക്ക് മേഘ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ ചെർക്കള ടൗണിൽ നിന്ന് നമ്മുടെ ഈ ഹൈവേയിലോട്ട് ചെറിയൊരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് നിലവിലിപ്പോൾ അതിൻ്റെ പില്ലറിൻ്റെ വർക്കാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ പില്ലറിൻ്റെ വർക്ക് നടക്കുകയാണ്. കൂടാതെ ഇവിടെ പൈലിങ്ങിൻ്റെ വർക്കും നടക്കുന്നതായി നമുക്ക് ഈ ഭാഗത്ത് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇടതുഭാഗത്തായിട്ട് നമ്മൾ ചെറുക്കളഞ്ഞുള്ള ബേവിഞ്ച ഭാഗത്തോട്ട് നല്ല കൊക്കയുള്ള പ്രദേശമാണ് കേട്ടോ. അപ്പോൾ വലിയ ടാസ്ക്കാണ് ഈ ഭാഗത്തുള്ള വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന മേഘ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളെ ചെർക്കള ടൗൺ ഭാഗത്തോട്ട് പോവുകയാണ്. അപ്പോൾ ചെർക്കള ടൗണിൽ നിന്ന് നമ്മുടെ ഈ ഹൈവേയിലോട്ട് വരുന്ന ആക്സിസിൻ്റെ വർക്കാണ് നിലവിലുള്ള പില്ലറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 6 പില്ലറാണുള്ളത്. അതിൻ്റെ 4 പില്ലറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.